അപ്പോൾ മമ്മി ഗിരിജ, ജീവമാത കാരുണ്യഭവൻ വിഷയങ്ങൾ ഇപ്പം എവിടെ ചെന്ന് നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മി ഗിരിജയും ടീമും അവർക്ക് മുൻകൂർ ജാമ്യത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ആൻഡ് പോലീസുകാർ കേസെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അവരൊരു മെഡിക്കൽ ടീമിനെ ഫോം ചെയ്തിട്ട് ഈ കുട്ടിയുടെയും അമ്മയുടെയൊക്കെ ബ്ലഡ് സാമ്പിൾസ് എടുത്ത് DNA ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാനാണ് അവരുടെ ഒരു പ്ലാൻ ഉള്ളത്. ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് 1-2 മെയിൻ സ്ട്രീം ചാനലുകൾ 24/7 സാറ്റലൈറ്റ് ന്യൂസ് ചാനലുകൾ ഈ ഒരു പെർട്ടിക്കുലർ വിഷയം എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ഈ സ്ഥാപനത്തിലെ ഒരു പെൺകുട്ടിയോട് അത് നടത്തിപ്പുകാരിയുടെ മകൻ ഇത്ര കാര്യമായി ഇടപെട്ടത് എന്നുള്ളതാണ് അതിൽ ഉയർന്നു വന്ന ചോദ്യം. കാരണം ഈ നടത്തിപ്പുകാരിയുടെ മകനാണ് നവംബർ 23-ാം തീയതി ഈ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. അവിടെ മറ്റും പെൺകുട്ടികൾ അന്തേവാസികളുണ്ട്. അപ്പോൾ എങ്ങനെ ഇത്തരത്തിൽ ഈ പെൺകുട്ടിയുമായി ഇടപെടാൻ കഴിഞ്ഞു, എങ്ങനെയാണ് യുവാവിന് സ്വാതന്ത്ര്യം കിട്ടിയത് തുടങ്ങിയ സംശയങ്ങൾ ഉയർന്നു. അത്തരത്തിൽ കേസ് വന്നു. തൊട്ടു പിന്നാലെ ഈ നടത്തിപ്പുകാരി മകനും ഒളിവിൽ പോയി. പോലീസ് DNA പരിശോധന നടത്തുകയാണ്. ഈ പെൺകുട്ടി ആരിൽ നിന്നാണ് ഗർഭിണിയായത് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി പെൺകുട്ടിയുടെയും ഒപ്പം തന്നെ ഈ കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ ശേഖരിച്ച് ശാസ്ത്രീയ പരിശോധനയ്ക്ക് പോലീസ് നീങ്ങുകയാണ്. ഗൈനക്കോളജിസ്റ്റുകളെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പാനൽ രൂപീകരിച്ച് അവരുടെ അഭിപ്രായം കൂടി തേടും. ഈ പെൺകുട്ടി എന്നാണ് ഗർഭിണിയായത്, എത്ര മാസത്തെ വളർച്ചയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ ഒരു മെയിൻ അപ്ഡേറ്റ്. ഫൈൻ. 24/7 ന്യൂസ് ചാനലുകളിൽ അവർ പേരൊന്നും പറയുന്നില്ല. ഓക്കെ, അവർ ഈ പറഞ്ഞ കേസുമായിട്ട് അവിടെ FIR ഇട്ട കേസുമായിട്ട് തന്നെയാണ് അവരത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഈ മമ്മി ഗിരിജയുടെ ഒരു സെറ്റപ്പ്, ഓക്കെ, ഈ സ്ഥാപനം എങ്ങനെ വളർന്നു വന്നു, ഈ സ്ഥാപനത്തിലേക്ക് വന്നു പോകുന്ന ആളുകൾ ആരൊക്കെ, ഇപ്പം ഈ കേസ് ഉണ്ടാകുന്ന സമയത്താണെങ്കിൽ പോലും ഇവർക്കൊരു അപ്പർ ഹാൻഡ് കിട്ടുന്ന രീതിയിൽ ബാക്കിയുള്ളവരുടെ മുന്നിലൊക്കെ നിങ്ങളൊക്കെ എന്ത് വേണമെങ്കിൽ കാണിച്ചോ, നമ്മളെ വഴിക്ക് പരിപാടി നോക്കുന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, ഓക്കെ, ഞാൻ ബാക്കി കുറേ പേര് വീഡിയോ ഇട്ട് കണ്ടു മമ്മി ഗിരിജ എപ്പോഴും വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ. അപ്പം അവർക്കൊരു പേടിയോ കാര്യങ്ങളൊന്നും ഇല്ലടേ ഒന്നിനും. അവരെ ഹെൽപ്പ് ചെയ്യാൻ ഒരുപാട് വലിയ വലിയ ബിഗ് ഷോട്ട്സ് ഉള്ളതുകൊണ്ട് അവർക്ക് വലിയ സീനില്ല. അപ്പോൾ ഈ ജീവമാതാ കാരുണ്യഭവൻ്റെ തുടക്കം എവിടുന്നാണ് നമുക്കറിയണമല്ലോ. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇവരാദ്യം മുതൽ തുടക്കം മുതൽ അറിയുന്ന ആളുകളും ഇവരുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളുമാണ്. ഇപ്പോൾ നാട്ടുകാർ തന്നെ ഏകദേശം പ്രതികരിച്ച് തുടങ്ങി ഇവരുടെ വിഷയത്തിൽ. നല്ല കാര്യം, അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഓക്കെ, എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്ന നാട്ടുകാർ, ആ നാട്ടുകാരൻ പറഞ്ഞത് ഞങ്ങളിത് എന്താണെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകും, പൗരസമിതി രൂപീകരിച്ച് വിഷയങ്ങൾ പഠിച്ച് ഞങ്ങളിത് മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് അവരുടെ ഒരു വിഷയം. ഞാനിവിടെ ഒരു വീഡിയോ പ്ലേ ചെയ്യാം. ഇതിലൊരു ലേഡി സംസാരിക്കുന്നുണ്ട്. ആ ലേഡി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജീവമാതാ കാരുണ്യഭവൻ ഇപ്പോൾ നമ്മൾ കാണുന്ന സെറ്റപ്പിലുള്ള ജീവമാതാ കാരുണ്യഭവൻ ആവുന്നതിന് മുമ്പ് ഫസ്റ്റ് ഇവരൊരു വാടക കെട്ടിടത്തിൽ ആണ് ജീവമാതാ കാരുണ്യഭവൻ പ്രവർത്തിച്ചിരുന്നത്. ആ കെട്ടിടത്തിൻ്റെ ഉടമയായ ലേഡിയാണ്. ഓക്കെ, അവരാണ് സംസാരിക്കുന്നത്. അവർക്ക് കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. ജീവമാതാ കാരുണ്യഭവൻ്റെ തുടക്കം ദാണ്ടെ എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ ഒരു വീട്ടിൽ നിന്നുമായിരുന്നു. ഈ വീടിൻ്റെ ഉടമയാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പലതും കേട്ട് ഞാൻ ഞെട്ടിയിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചേച്ചിക്ക് പറയാനുണ്ട്. 15,000 രൂപ അവർ ഡിപ്പോസിറ്റ് തന്നിട്ട് പറഞ്ഞു, നിങ്ങളത് പിന്നെ ഞങ്ങൾ പോകുമ്പോൾ തന്നാൽ മതി, എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ സ്വാമി നല്ല ഒരു അനാഥാലയത്തിൽ കൊടുക്കുവാന്നല്ലോ, അല്ലെങ്കിൽ ഒരു അംഗനവാടിക്ക് കൊടുക്കണമെന്നാണ് ഞങ്ങളുടെ അപ്പ പറഞ്ഞേക്കുന്നത്. അങ്ങനെ അവർ അംഗനവാടിക്ക് കൊടുത്തു. അംഗനവാടിക്കല്ല, സോറി, ഈ മാതാ അനാഥാലയത്തിൽ അവരങ്ങനെ താമസമായി നല്ല രീതിയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ആ കഥകളൊന്നും അറിയത്തില്ല. ഒരു 15 പേരുണ്ടായിരുന്നു. തുടക്കം ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് എല്ലാ പരിപാടിക്കും ഞങ്ങളെ വിളിച്ചിരുന്നു. ഇന്ന ആളാണ് ഞങ്ങൾക്ക് തന്നത്, അദ്ദേഹത്തിന് ഞങ്ങൾ പൂവിട്ട് തൊഴണം എന്നൊക്കെ പറഞ്ഞ് അനുമോദിച്ച് ഒക്കെ കുറേ പരിപാടികളൊക്കെ നടത്തി. അങ്ങനെ എന്ത് പരിപാടി ഉണ്ടായാലും എന്നെ അറിയിക്കും, ഞാനിവിടെ വരും. ഒരു ദിവസം ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എനിക്കിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല. ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ അമ്മയുടെ അനിയത്തിയുടെ മകൻ ഒരു അന്തേവാസിയെ ബലാത്സംഗം ചെയ്യുന്നതാണ്. ചേച്ചി നേരിട്ട് ഞാൻ കണ്ടോണ്ട് വരുന്നത്. പക്ഷെ ഞാനിത് അവരോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അത് അവര് അംഗീകരിക്കത്തില്ല. ഞാൻ കാണുകയും കതവ് തള്ളി തുറന്ന് അങ്ങോട്ട് ചെല്ലാനും ഇതാ കാണുന്നത്. ഇവിടുത്തെ അന്തേവാസി 35 വയസ്സ് വല്ല ഒരു തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരു അന്തേവാസിയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് ആ കതവ് ചാരി. അതുപോലെ ഞാനൊന്നുമേ മിണ്ടിയില്ല. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം വെച്ചാൽ ഈ വീട്ടിനകത്ത് ഇത് നടന്നല്ലോ. ഞാൻ പെട്ടെന്ന് ഇറങ്ങി.
യൂട്യൂബേഴ്സ് ഉണ്ടാക്കുന്ന കഥയാണെന്നൊന്നും ഈ ആരും ഇതൊന്നും പറയില്ലല്ലോ. ഇവരുടെ തുടക്കം മുതലുള്ള കഥയിലാണ് ഇത്രയും ഭീകരമായിട്ടുള്ളൊരു കാര്യം ഈ ചേച്ചി ഒന്ന് പറയുന്നത്. മനസ്സിലായോ? ഗിരിജയുടെ തുടക്കം മുതൽ. അപ്പോൾ ഇപ്പോൾ ഗിരിജ എത്തി നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോടെ? അപ്പോൾ ഇത് ചില്ലറ വിഷയമല്ല. എന്തുകൊണ്ടാണ് ഇപ്പോഴും മെയിൻ സ്ട്രീം മീഡിയാസ് ആരും ഇതിൻ്റെ പിന്നിൽ അന്വേഷിച്ചില്ലാത്തത് എനിക്കറിയില്ല. ഇപ്പോൾ വീണ ജോർജിൻ്റെ കാര്യം എല്ലാവരും പറയുന്നുണ്ട്, മന്ത്രി രാജിവെക്കണം, വീണ ജോർജ് രാജിവെക്കണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഹെൽത്ത് മിനിസ്റ്റർ ആൻഡ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടിയിൽ തന്നെ ഈ പറഞ്ഞ കുറേ ഇതിനായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വരുന്നില്ലേ? ഓൾഡ് ഏജ് ഹോം വരുന്നില്ലേ? ഓർഫനേജ് വരുന്നില്ലേ? അവിടെ കുട്ടികളുടെ ആരോഗ്യത്തിൻ്റെ കാര്യം വരുന്നില്ലേ? അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നില്ലേ? എത്ര ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ടാവുമെന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഒരു സ്ഥാപനം നടന്നു പോകുമ്പോൾ അവിടെ വന്ന് ഓഡിറ്റ് നടത്താനും അവിടെ വന്നിട്ട് കറക്റ്റാണോ കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം എന്നുള്ളത് അതൊരു നടത്തേണ്ട കാര്യമല്ലേ? ഇത് അല്ലാതെ ചുമ്മാ ആർക്കെങ്കിലും രാവിലെ എണീച്ചിട്ട് എനിക്കൊരു ഓർഫനേജ് തുടങ്ങണം, എനിക്കൊരു ഓൾഡ് ഏജ് ഹോം തുടങ്ങണം, അതിൻ്റെ പേരിൽ 10 ആളെ ഞാൻ കൊടുന്നുകൂടെ നിർത്തും, എന്നിട്ട് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാം എനിക്കും എൻ്റെ കൂട്ടക്കാർക്കും കുടുംബക്കാർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഈ പറഞ്ഞത് വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഡെഫിനറ്റ്ലി ഇത് കേസാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. 2 ജോലിക്കാരെ ഞാൻ വിട്ടിരുന്നു. അവർ പറഞ്ഞു ആരെങ്കിലും 2 ജോലിക്കാരെ വേണേ. എനിക്കിതില്ല, അതിന് മുമ്പാണ്. ജോലിക്കാർ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ പറഞ്ഞു ഞങ്ങളെ എന്തിനാ അങ്ങോട്ട് വിട്ടത്, ഞങ്ങൾ തുണി മാറാൻ സമ്മതിക്കുന്നില്ല, ആൾക്കാർ ആണുങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നവർ വന്ന് ഞങ്ങളുടെ അടുത്ത് നിൽക്കുകയാണ്. പിന്നെ ഒരു നേഴ്സിനെ വിട്ടു. നേഴ്സ് പറഞ്ഞു ടീച്ചറെ ഞങ്ങൾക്ക് ഇത് പറ്റിയ പണിയല്ല, ഞങ്ങളെയും കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ടീച്ചറെ ഞങ്ങളെ ഇനി ഒരിക്കലും ഞങ്ങളെ ഇങ്ങോട്ട് വിട്ടേക്കല്ലേ. ജനാശ്വാസ പ്രവർത്തനങ്ങൾ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഇതാണ്. അപ്പോൾ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്താണെന്നുള്ളത് അവിടെ ജോലി ചെയ്തതും ചുറ്റുപാടുള്ളതും ഒക്കെ ആളുകൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. അവർക്കൊക്കെ അറിയുന്നത്. അവരൊക്കെ എന്താ പറയുക, പേടിച്ച് മിണ്ടാതിരിക്കുകയായിരുന്നു. കാരണം ഇതിനകത്തുള്ള ഞാൻ പറഞ്ഞല്ലോ, കാണുന്ന മുഖങ്ങൾ വലിയ വലിയ മുഖങ്ങളാണ് രാഷ്ട്രീയക്കാരത്. എല്ലാ പാർട്ടിക്കാരും ഉണ്ടടി. ഞാൻ അന്വേഷിച്ച സമയത്ത് ഒരു പാർട്ടി എന്നല്ല, മനസ്സിലായോ? കൊമ്മി, കമ്മി, കുമ്മി, സുഡാപ്പി, സംഘി എല്ലാവരും ഇതിനകത്തുണ്ട്. ലോക്കൽ നേതാക്കന്മാർ മുതൽ അങ്ങോട്ടും മുകളിലേക്കുള്ള ഒരുപാട് പേര്. എൻ്റെ സംശയം എന്താ അറിയോ, ഈ മമ്മി എങ്ങാണ്ട് ഇതിൻ്റെ സാധനങ്ങളും പ്രൂഫൊക്കെ എടുത്തു വെച്ചിട്ടേ വരവ് പോക്കിൻ്റെ എടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഇവരെ കൊണ്ട് കേസും സാധനങ്ങളൊക്കെ ഒതുപ്പിക്കുക എന്നുള്ളതാണ്. എൻ്റെ പറയാൻ പറ്റില്ല, നമുക്ക് ഒതുക്കി വിടാൻ മാത്രമേ ഉള്ളൂ. ഭീഷണിപ്പെടുത്തിയതാ നാളെ രാവിലെ എല്ലാത്തിനും ഞാൻ പൂട്ടിക്കെട്ട്. മനസ്സിലായോ? അങ്ങനെയൊക്കെയാണ് പണികളെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരെന്ത് ചെയ്യും? ഈവൻ ഇപ്പോഴുള്ള ഈ കേസ് വരെ ചിലപ്പോൾ മെഡിക്കൽ റിപ്പോർട്ടും DNA സാമ്പിളും ഈ പരിപാടികളൊക്കെ വരുന്ന വഴിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കേസ് നന്നായിട്ട് ഉൾട്ടം മറിയുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ, യൂട്യൂബേഴ്സിൻ്റെ തലയിലെത്തും ഇതൊക്കെ. ദിവസം ഈ ഗിരിജ എന്ന് പറഞ്ഞവരുടെ 2ാമത്തെയാണോ 3ാമത്തെയാണോ ഭർത്താവ് എന്നറിയത്തില്ല. ഇവിടെ താമസിച്ചിരുന്നപ്പോൾ ഭർത്താവ് വന്നാൽ പറഞ്ഞ രാജേഷ് ഒരു ദിവസം എൻ്റെ ചേട്ടൻ്റെ മോൻ പ്രസിഡൻ്റാണ്, അവനെ കാണാൻ ഇവിടെ വന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടപ്പുറത്ത് താമസിക്കുന്നു. അവിടെ വന്നപ്പോൾ സ്വാമി അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു, പിന്നെ നിങ്ങളെന്താണ് ചെയ്തത് ഞങ്ങളുടെ വീട്ടിൽ, ഇങ്ങനെയാണോ വാടകയ്ക്ക് നിന്നിട്ട് ചെയ്യുന്നേ എന്ന് ചോദിച്ചു. അന്നേരം അവൻ ഉടനെ കൊണ്ട് കേസ് കൊടുത്തു. അവനും ഈ ഗിരിജ എന്ന് പറഞ്ഞവരോട്. പക്ഷേ മുകളിൽ രാഷ്ട്രീയം ഉണ്ടായും കൊണ്ട് ഞങ്ങളവിടെ പറയുന്നത് പോലീസുകാർക്ക് കേൾക്കാൻ മനസ്സില്ലായിരുന്നു. അവള് പറയുന്നത് നിങ്ങളും ഉണ്ടായി അവർ പറയട്ടെ എന്ന് പറയും. ഇവർക്ക് ഒരുപാട് പിടിപാടുണ്ട്. ഇഷ്ടം രാഷ്ട്രീയക്കാർ തന്നെ പിടിപാടുണ്ട്. പിന്നെ അങ്ങനെ മെമ്പർമാർ, ഇപ്പം മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് എല്ലാം അവരുടെ കൈയാണ്. 2ാം വാർഡിലല്ല 4ാം വാർഡിലെ മെമ്പർ. MLA ഇല്ലാത്ത പരിപാടിയില്ലായിരുന്നു. ചിറ്റയൻകുമാർ, ഗണേഷ് കുമാർ, ഇവരൊക്കെ ഗണേഷ് കുമാറും ഉണ്ട് ഇവിടെ. അതെ, ഇപ്പൊ അല്ല, നേരത്തെ അവരാരും ഇല്ലാത്ത പരിപാടി ഇല്ല. പിന്നെ രാജീവ്, അങ്ങനെ കുറെ വമ്പന്മാർ ഇവരുടെ കയ്യിലുണ്ട്. അപ്പം നമ്മളൊക്കെ ഒന്നും പറഞ്ഞാൽ കേസ് അവിടെ ഇല്ല. അതുകൊണ്ട് തേപ്പാറയിലെ പിന്നെ ഇതുണ്ടല്ലോ, ഈ വേസ്റ്റ് എടുക്കുന്ന പിള്ളേർ, ആ പിള്ളേരവിടെ ചെന്നാൽ ഈ ഇറച്ചിയുടെ കഷ്ണമൊക്കെ ഒരു ഇത് പൊതിഞ്ഞ് ഒരാഴ്ച 1 or 2 ആഴ്ച ആയിരിക്കും ഇവർ വരുന്നത്. അത് വരെ അതിനകത്ത് വെച്ചേക്കും. അവർ എടുത്ത് കളയത്തില്ല. ഇവർ 2 അല്ല 1 ഒത്തിരി പ്രാവശ്യം പറഞ്ഞു, ചേച്ചി ഇങ്ങനെ വെച്ചേക്കരുത്, വാടയെടുക്കും, ഇത് നിങ്ങൾ എടുത്ത് കളഞ്ഞിട്ട് ആ കവർ കഴുകി വെക്കിന്, അല്ല ഇത് പുഴുവായി കഴിഞ്ഞാൽ ഞങ്ങൾ എടുക്കത്തില്ല. പക്ഷെ അവരോട് പറഞ്ഞു
ഞങ്ങളിങ്ങനെ ചെയ്യുന്നത് എന്തുവാന്ന് വെച്ചാൽ ചെയ്തു. ധാർഷ്ട്യമാണ്, പിടിപാടുള്ളതിൻ്റെ ധാർഷ്ട്യം. അപ്പോൾ ഒട്ടുമിക്ക എല്ലാവരും ആ ഏരിയയിലുള്ളവരൊക്കെ അവിടുത്തെ കാര്യങ്ങൾ അറിയേണ്ടതാണ്. ഞാനിതിനു മുമ്പ് നമ്മുടെ ഹോണറബിൾ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സാറിനോട്, സാറ് അവിടെ ഭയങ്കരമായിട്ട് പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന മുഖമാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന വിഷയങ്ങളിൽ നിങ്ങൾക്ക് വല്ല അറിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഇപ്പോൾ ഗണേഷ് കുമാറിൻ്റെ പേര് വരുന്നു, ഇനിയൊന്നും വേണ്ട. ഇപ്പോൾ നമ്മുടെ യങ് ഫയർ ബ്ലഡായിട്ട് നിൽക്കുന്ന ആളാണ് ആര്? രാഹുൽ മാങ്കൂട്ടം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നാടാണ്. രാഹുലിന് ഇറങ്ങിപ്പോയി സംസാരിച്ചുകൂടെ, നോക്കിക്കൂടെ കാര്യങ്ങൾ? എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാക്കന്മാരും ആ വഴിക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് ഗവൺമെൻറ് തിരിഞ്ഞു നോക്കുന്നില്ല? ആരും ആ വഴിക്ക് പോകാൻ മടിക്കുകയാണ്. ബട്ട് വൈ എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം ഒരുപാടുണ്ട്. പക്ഷേ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ ദ വേ, ഇവരുടെ റിലേറ്റീവ് അവിടെ പോയിട്ട് ഇവർക്ക് ഈ വാടക ആണല്ലോ ഈ ബിൽഡിങ് കൊടുത്തിട്ടുള്ളത്. ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ബിൽഡിങ്ങിൽ ഒരുപാട് കേടുപാടുകൾ വന്ന സമയത്താണ് ഇവർ ഈ അഡ്വാൻസ് പൈസയും സാധനമൊക്കെ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ കയറി ചെന്നത്. അപ്പോഴാണ് ഈ പി കേസ് ഇട്ട് കൊടുക്കുന്നത്. അവിടെ ആര് കയറി ചെന്ന് ചോദ്യം ചെയ്താൽ അവർക്ക് പി കേസാണ്. മനസ്സിലായോ? ആര് ചെന്നാലും അവർക്ക് പി കേസ് ഇട്ട് കൊടുക്കും. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അതിനെതിരെ കൗണ്ടറായിട്ട് അവൾ കൊടുത്തതെന്നറിയോ? ഞാൻ അവിടെ ചെന്ന് ആഭാസത്തരം പറഞ്ഞു, അനാവശ്യം പറഞ്ഞു, മറ്റേ ചെയ്തു, അതിക്രമിച്ച് കടന്നു, അനാഥാലയത്തെ അതിക്രമിച്ച് കടന്നു എന്ന് പോലീസ് സ്റ്റേഷനിൽ പോയി. അവളും വിളിച്ച് പറഞ്ഞു, ഞാനും വിളിച്ച് പറഞ്ഞു. അപ്പോൾ ആ എസ് ഐ എന്ന് പറഞ്ഞാൽ അവനൊരു ഷണ്ണാനായിരുന്നു, മലയാളത്തിൽ പറഞ്ഞ ഷണ്ണനായിരുന്നു. അവൻ അത് കേട്ടിട്ട് ആ രണ്ടുപേരുടെ സെറ്റിൽ അങ്ങ് തീർക്കുന്നു പറഞ്ഞു. അവൾ എൻ്റെ വാദം കേട്ടില്ല, അവളുടെ വാദം കേട്ടില്ല. പക്ഷേ ഒരു കോൺസ്റ്റബിളിനായിരുന്നു. അയാളൊന്ന് പറഞ്ഞു, സാറേ പിന്നെ അദ്ദേഹത്തിന് ഒരു പരാതിയുണ്ട്, ആ പരാതിയൊക്കെ പോട്ടെ. കാര്യം അവള് മേളിൽ വിളിച്ച് പറഞ്ഞു, മേളിൽ എന്ന് പറഞ്ഞാൽ ഗണേഷ് കുമാറും ചിറ്റകുമാറും അല്ലേ ഇവിടെ കിടക്കുന്നത്. ശരി, വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇനി പോന്നു. ഞാൻ പറയാം, നീ അനുഭവിക്കും. ബ്രാഹ്മണര ഒരില കൊണ്ടുപോയാൽ അവൻ അനുഭവിച്ചിട്ടുണ്ട്, അനുഭവിക്കും. അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇതാണ് സംഭവം. അപ്പം ചിറ്റവും ഈ ഗണേഷ് കുമാറുമാണ് ഇവരെ സംരക്ഷിക്കുന്നത്. ഇവിടെ നടന്ന ഇപ്പം കഴിഞ്ഞിടയ്ക്ക് നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് വല്ലതും അറിഞ്ഞു. പിന്നെ ഒരു കുട്ടി എന്തോ പിന്നെ ഇമ്മച്ചറായിട്ടൊക്കെ പ്രഗ്നൻ്റായി. ഇപ്പൊ അടച്ചുപൂട്ടിയാണ്, ഇപ്പൊ മൊത്തം അടച്ചുപൂട്ടി. കർമ്മ എന്തുവാണ് ഇത്? ഞാൻ പറഞ്ഞില്ല, നാട്ടുകാർക്ക് ഒരുപാട് പറയാനുണ്ട്. ഒന്നും രണ്ടും കഥകളൊന്നും അല്ല നാട്ടുകാർക്ക് പറയാനുള്ളത്. ഇതിപ്പോൾ കുറച്ച് പേര്, 1-2 പേര്, ഇനി ഒരാളും കൂടി ഉണ്ട്. ഇനി അവിടുത്തെ ഇൻമേറ്റ്സ് ആയിട്ടുണ്ടായിരുന്ന കുട്ടികൾ, അവിടെ ജോലി ചെയ്ത ആളുകൾ, ഒരുപാട് പേരുടെ ഒക്കെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. ഇതൊന്നും അല്ല. ഇനി വരും ദിവസങ്ങളിൽ പൗരസമിതിയൊക്കെ രൂപീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് കഥകൾ പലതായിരിക്കും. പല കയറ്റവും ഇറക്കവും അതിൻ്റെ പിടിക്കലും അതിൻ്റെ സെറ്റിൽമെൻറ്റ് കഥകളൊക്കെ ആയിട്ട് ഓരോന്നായിട്ട് വരുമോടെ. പിന്നെ ഞാൻ ഈ വിഷയത്തിൽ സെക്കൻഡ് വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഥയിൽ കല്യാണ രാത്രി ഓടിപ്പോയൊരു പെൺകുട്ടി പോലീസ് സ്റ്റേഷനിൽ പോയൊരു കഥ ഞാൻ പറഞ്ഞിട്ടില്ലേ? അതൊന്ന് റിവൈൻഡ് അടിച്ച് നിങ്ങളൊന്ന് ഓർത്ത് വെച്ചോ തരലില്ലേ? കല്യാണം നടന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സാധാരണ തേപ്പാറ എന്നൊരു ഗ്രാമപ്രദേശമാണ്. ഈ ജീവന്മാരുടെ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് എല്ലാം അറിയാം. ഞങ്ങളുടെ നാട്ടുകാരൊന്നും ഇടപെടാൻ പറ്റത്തില്ല, അത്ര ഭീഷണിയാണ്. അവർക്ക് മുകളിൽ ഭയങ്കര പിടിപാടുള്ള ആ കല്യാണ ദിവസം സന്ധ്യയ്ക്ക് ഞങ്ങളുടെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ഈ രാത്രി 6:45-7 മണിയായപ്പോൾ ഈ കല്യാണം കഴിഞ്ഞ കുട്ടി ആ താലിച്ചരടുമായിട്ട് ഓടി എൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിലെത്തി. എത്തിയെന്ന് പറഞ്ഞാൽ അവിടെ സിറ്റൗട്ടിൽ മഴ എന്ന് പറഞ്ഞു, ചേച്ചി എന്നെ രക്ഷിക്കണം, എന്നെ പീഡിപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞു. ആ വീടിന് 5 വീടിന് അപ്പുറത്താണിത്. കാടും തോടും കടന്നു വേണം കയറാൻ. അവിടെ പകല് പോലും മനുഷ്യർ പോകാത്തൊരു സ്ഥലമാണ്. ആ സ്ഥലത്തൂടാണ് ഇവിടുന്ന് ഓടി ഇവിടെ വന്നത്. കല്യാണ ദിവസം രാത്രി 7 മണിക്ക്. അപ്പം ഞാനും എൻ്റെ സുഹൃത്തും കൂടെ ജംഗ്ഷനിൽ ഇരുന്നപ്പം ഇവിടുത്തെ അന്നമ്മാമ എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീയോട് പറഞ്ഞ, മാമേ ഞങ്ങൾക്ക് പേടി, അമ്മാമ വിളിക്കാൻ പറഞ്ഞ് ഫോൺ കൊടുത്തു. വിളിച്ചപ്പോൾ അവിടെ നടക്കുന്ന പൂരപ്പാട്ട് മൊത്തം നമ്മൾ കേട്ടോണ്ടിരിക്കുക, ഫോണിൽ സ്പീക്കറായിട്ടേക്കുക. അപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ആ അമ്പലത്തിനോട്, ഏത് അമ്പലം, മോനെ പൂമോനെ, എത്ര അമ്പലം ഉണ്ടാ കേരളത്തിൽ എന്നും പറഞ്ഞ് ഇവിടെ കെട്ടിയവനാണ് ഈ സംസാരിക്കുന്നത്. കെട്ടിയവനാണ്. അവന് തുരുമ്പ് വെളിവില്ല. അവിടെ അങ്ങ് പാർട്ടി നടക്കുക, തമിഴ് പാട്ടും മറ്റേ പാട്ടും പൂരപ്പാട്ടുകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ചന്ദ്രി ചേച്ചി എന്ന് പറഞ്ഞൊരു മകൾ വന്നപ്പം ഞാൻ പറഞ്ഞു, മക്കളെ ഇവിടെ കൂടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ കൂടെ കൊണ്ടുപോകാൻ പറഞ്ഞു. എനിക്ക് പറ്റത്തില്ല എന്ന് അവനോട് പറഞ്ഞു. ഈ കുടയും കൊണ്ട് ആ കുട്ടി പോയി ഒരു മാരുതി വണ്ടിയെ വന്ന് ഇവിടെ കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു. ഇതായിരുന്നു സത്യമായ കാര്യങ്ങൾ. ഈ സംഭവം ഇപ്പം കഴിഞ്ഞ ദിവസം അറിഞ്ഞൊരു സംഭവം ഞാൻ പറയാം. ചേട്ടൻ മുഖം കാണിക്കാതെ വേറൊന്നും കൊണ്ടല്ല, ചേട്ടന് പേടിയാണ്. കാര്യം അവർക്ക് ഉന്നത ബന്ധങ്ങളുണ്ട്, ചേട്ടന് പേടിയുണ്ട്. ഞാൻ പറയാൻ വന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഒരു സുഹൃത്ത് രാത്രി, ഈ കല്യാണം കഴിഞ്ഞ ദിവസം രാത്രിയിൽ
ഈ പറഞ്ഞ ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം രാത്രി 7 മണി 8 മണി സമയം 9 മണി സമയം കൊണ്ടാണെന്ന് തോന്നുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് അടൂർ സ്റ്റാൻഡിൽ നിൽക്കുന്ന സമയത്ത് മഴ നനഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ കുട്ടി അടൂർ നിൽപ്പുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞതിൻ്റെ അന്ന് തന്നെ കൊച്ചു പേടിച്ച് വരണ്ട് നിൽക്കുകയാണ്. അവർ കൊച്ചിനെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് ആ കൊച്ചു പേടിച്ച് നിൽക്കുകയായിരുന്നു. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ സുഹൃത്ത് പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയും പോലീസ് വരികയും പിന്നെ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ പെട്ടെന്ന് പോകണമായിരുന്നു. അങ്ങനെ പോയി ചേട്ടൻ ഈ അനാശാസ്യം കൊണ്ടാ അവള് പേടിച്ചു പോയി. ഇവളെല്ലാം കൂടെ ബാലോത്സവം ചെയ്ത് ചെന്നപ്പോൾ അവൾ ഭയന്ന് ഓടി. അങ്ങനെ ആയിരുന്നു ആ സുഹൃത്തിന്റെ വീട്ടിൽ വന്ന് കയറിയത്. അവിടുന്ന് അവൾ ആ 1 കിലോമീറ്റർ ചാടിയാണ് റോഡ് ജംഗ്ഷനിൽ വന്ന് അവിടുത്തെ സ്ത്രീകൾ ഇവിടെ സഹായിക്കാൻ നിന്നപ്പോൾ ഒരു മാരുതി വണ്ടിയെ വന്ന് എടുത്തുകൊണ്ട് പോയെന്നാണ് അറിവ്. പിന്നെ അവർ ഇവൾക്കെതിരെ ആർക്കും പ്രതികരിക്കാൻ പറ്റത്തില്ല. അന്ത കഥ ഞാൻ പറഞ്ഞ കഥയും ഇന്ത ചേട്ടൻ പറഞ്ഞ ഇപ്പോഴത്തെ കാര്യം നിങ്ങളൊന്ന് കൂട്ടി യോജിച്ച് വായിച്ചു നോക്ക്. പിന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ചെങ്കിൽ അവിടെ പലതും നടന്നിട്ടുണ്ട്. പിന്നെ എല്ലാ മുഖങ്ങളും നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, മനസ്സിലായോ? ഓടി വന്ന ആൾക്കും ഒരു മുഖമുണ്ട്, ഓടിപ്പിച്ച വിട്ട ആൾക്കും ഒരു മുഖമുണ്ട്, അവരെ ഉണ്ടാക്കിയവർക്ക് വേറൊരു മുഖമുണ്ട്. ആകെ മൊത്തം അലമ്പിൻ്റെ കഞ്ഞിയും കൂടുവാണ് മക്കളെ. ഇതിൽ ഈ പറഞ്ഞ ഇപ്പോഴുള്ള ഈ ക്രീം ലെയർ സാധനങ്ങൾ റോക്ക് ബോട്ടം ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ വൻ മാഫിയാണ്. മാഫിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞ പോലെ, മിഞ്ഞാന്ന് വീഡിയോയിൽ പറഞ്ഞ പോലെ പല കടത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഞാൻ അന്നത്തെ കഥ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നു. അമ്മ മകനെതിരെ കേസ് കൊടുക്കും, മകൻ്റെ ഭാര്യയായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ പലരും ഉണ്ടാവുമല്ലോ, ആ കഥാപാത്രങ്ങൾ അച്ഛനെതിരെ കേസ് കൊടുത്തവരായിരിക്കും. പിന്നെ ഇവിടെ വരുമ്പോൾ അലമ്പും കഞ്ഞിയായിരിക്കും. ഇവരെ എന്താ പറയുക, എൻ്റെ കഥാപാത്രമായ അമ്മയുടെ മകനും ഇപ്പോൾ ഉള്ള മരുമകളും ഒക്കെ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടേഴ്സ് ബന്ധത്തിലുള്ള ചിലപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുണ്ടാവില്ല. ഇതിനിടയിലേക്ക് മകളൊരാൾ വരും, മകളുടെ ഒരു ഭർത്താവ് കാണും. അങ്ങനെ 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 ആകെ മൊത്തം അലമ്പും കഞ്ഞിയും സീനും. ഇതിനിടയിൽ കടന്ന് പെട്ട് ക്യാരക്ടർ ഫുൾ തീർന്ന് പടം എൻഡ് എഴുതി കാണിക്കുമ്പോൾ അതിൽ കുറേ രാഷ്ട്രീയക്കാരും വരും. എന്നിട്ട് ഈ പടം സ്ക്രിപ്റ്റ് എഴുതി ഡയറക്റ്റ് ചെയ്ത ആളിന് തട്ടിക്കളയും. എന്താണെങ്കിലും കൊള്ളട ഒരു നാട്ടിൽ നടക്കുന്ന കഥയാണ്. ഇതെന്താ പറയുക, ഒരു സ്ഥലത്തെ ഒരു ഇതിൻ്റെ മുകളിൽ മാത്രം, ഒരു ഓർഫനേജ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഓൾഡ് ഏജ് ഹോമിൻ്റെ മുകളിൽ മാത്രം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നാട്ടിൽ മര്യാദയ്ക്ക് നടക്കുന്ന ഒരുപാട് എണ്ണം ഉണ്ടാവും, പക്ഷേ 1-2 കാണൂടെ എല്ലായിടത്തും ഇതേപോലെ. എന്താണെങ്കിലും ഇതെവിടെ എത്തും എന്നുള്ളത് എനിക്കൊന്ന് അറിയണം. നാട്ടുകാർ സ്ട്രോങ് ആയിട്ട് ഇറങ്ങി തുടങ്ങിയ പരിപാടികൾ ഉന്നതർ കൊമ്പത്തിരിക്കുന്നവർക്കൊക്കെ താഴെ ഇറങ്ങി വന്നിട്ട് നാട്ടുകാരോട് കാര്യം ബോധിപ്പിക്കേണ്ട അവസ്ഥ വരും. ഇലക്ഷനൊക്കെയല്ലേ വരാൻ പോണേ. അപ്പോൾ നോക്കാം നമുക്ക്. അതോ ഉന്നതരുടെ പിടിപാട് വെച്ചിട്ട് ടെസ്റ്റിന് കൊണ്ടുപോയ സാധനങ്ങളൊക്കെ ഈ ചില സാധനങ്ങൾ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ പഞ്ചസാരയും ഉപ്പും ഒക്കെ ആവുമല്ലോ, അതുപോലെ ആയി പോകുമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. ഇവിടെ മസിൽ പവർ, മണി പവർ, പൊളിറ്റിക്കൽ പവറിന് മുകളിൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതെമ്പാടും അപ്പുറത്തെ സൈഡിൽ മമ്മി ഗിരിജയ്ക്ക് ഉണ്ട്, ചെയ്ത് കൊടുക്കാനും ആളുണ്ട്. പാக்கலாம்.